എപ്പോഴും മഞ്ജു ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. മീനാക്ഷിയെ ആവശ്യമില്ലാതെ ദിലീപും മഞ്ജുവായിട്ടുള്ള പ്രശ്നത്തിൽ വലിച്ചിഴക്കരുത് എന്ന്. അവർ തമ്മിലുള്ള ഡിവോഴ്സും പ്രശ്നങ്ങളും നടക്കുമ്പോഴും മകളെ കോടതി കയറ്റരുത് എന്നത് ദിലീപും മഞ്ജുവും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു. തനിക്കതിന് താല്പര്യമില്ല എന്നായിരുന്നു മഞ്ജു മീനാക്ഷിയെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോഴും ആരെങ്കിലും മീനാക്ഷിയെക്കുറിച്ച് ചോദിച്ചാൽ പറയുന്നത്, എന്തിനാണ് അവളെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നത്? അവൾക്ക് അവളുടെ അച്ഛനാണ് ശരിയെന്നും അവളുടെ അച്ഛനാണ് അവൾക്ക് സന്തോഷം കൊടുക്കുന്നതെന്നും മനസ്സിലായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിർത്തിപ്പോന്നു. അതാണ് അതിൻ്റെ പിന്നിലെ സത്യം എന്ന് പറഞ്ഞിരുന്നു. അന്നും മഞ്ജു അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത്. അവൾക്ക് അവളുടെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ അവിടെ നിർത്തിയത്. അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ദിലീപ് മകളെ നോക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ നോക്കുമെന്ന് മഞ്ജുവിന് നേരത്തെ അറിയാമായതുകൊണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി അവിടെ നിർത്തിയിട്ട് മഞ്ജുവിന് വരാൻ സാധിച്ചത്. മീനാക്ഷിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി മഞ്ജു അങ്ങനെയൊന്നും പ്രതികരിക്കാറില്ലെങ്കിലും ഇപ്പോൾ ഈ ഇടയ്ക്കൊരു താരം ചോദിച്ചപ്പോൾ മഞ്ജു അത്തരത്തിലാണ് മറുപടി നൽകിയത് എന്ന് പറയുന്നു. മകളെ അന്ന് ഞാൻ കൂട്ടാത്തതിന് പലരും പല കാരണങ്ങൾ പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് പോലും പലരും പറഞ്ഞു മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടുവരാൻ. എന്നാൽ അന്നേ എനിക്ക് മനസ്സിലായി അവൾക്ക് അവളുടെ അച്ഛനെ കുറച്ചുകൂടി ഇഷ്ടമാണ് എന്ന്. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മകളെ നന്നായി നോക്കും. അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എത്തിക്കും. അവൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവളുടെ അച്ഛൻ്റെ കൂടെ അവൾ നിൽക്കണമായിരുന്നു എന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അവൾക്കും അത് തന്നെയാണ് ഇഷ്ടം, അത് തന്നെയാണ് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരത്തിൽ ചെയ്തത്. അല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. വളരെ നന്നായി അത് ചെയ്തത്. അതുകൊണ്ട് മഞ്ജുവിനും ഇപ്പോൾ കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. മഞ്ജുവും ദിലീപും തമ്മിൽ വേർപിരിഞ്ഞ സമയത്ത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യവും മീനാക്ഷിയെക്കുറിച്ച് തന്നെയായിരുന്നു. മീനാക്ഷി എന്ത് ചെയ്യും, മീനാക്ഷി എന്താണ് മഞ്ജു കൊണ്ടുപോകാത്തത് എന്നതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നൊരു ചോദ്യമായിരുന്നു. അന്ന് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമുള്ളൊരു വാർത്തയായി തന്നെ പ്രേക്ഷകരുടെ പ്രീതി തന്നെ പിടിച്ചുപറ്റുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം സ്നേഹമാണ് എപ്പോഴും ഈ താരത്തിനോട് പങ്കുവയ്ക്കാനുള്ളത്. മഞ്ജുവിനോട് മാത്രമല്ല മീനാക്ഷിയോടും അതേ സ്നേഹമുണ്ട്. ഇപ്പോൾ മീനാക്ഷി പങ്കുവയ്ക്കുന്ന എല്ലാ വാർത്തകളും മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഏറ്റെടുക്കാറുണ്ട് പ്രേക്ഷകർ. എന്തിനു പറയുന്നു, ദിലീപിനോടൊപ്പം ആരാധകർ എത്തിക്കഴിഞ്ഞു ഈ താരപുത്രിക്ക്. ഇപ്പോൾ മീനാക്ഷിയെക്കാളും അതുപോലെ തന്നെ മീനാക്ഷിയുടെ സഹോദരിക്കും ഇപ്പോൾ നല്ല ആരാധകർ തന്നെയാണ്. ആരാധകർ ചുറ്റിനും ഇരുന്ന് മാമാട്ടിയുടെ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ദിലീപിനോട് ചോദിക്കാറുണ്ട്. അതെപ്പോഴും ദിലീപ് മറുപടി നൽകാറുമുണ്ട്. അതെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുമുള്ളതാണ്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് എപ്പോഴും മാമാട്ടിയുടെ സാന്നിധ്യമുണ്ടായിരിക്കും. എപ്പോൾ ദിലീപ് എത്തിയാലും അവിടെ മാമാട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കാൻ പ്രേക്ഷകർ പ്രത്യേകിച്ച് മറക്കാറുമില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.